രാവിലെ ലഹരിക്കെതിരെയുള്ള പ്രഭാത സവാരി, സന്ധ്യയായി തുടങ്ങിയാൽ MDMA വിൽപ്പനക്കാരനായിട്ട് മാറുന്നൊരു സാഹചര്യമാണ്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയാണോ ഇവർ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ടതാണ്. മുൻപ് VD സതീശൻ ഈ ഹുസൈൻ്റെ വീട് സന്ദർശിക്കുന്നു. ഹുസൈൻ്റെ മാത്രമല്ല, അബ്ദുൾ സലാം എന്ന് പറയുന്ന മറ്റൊരു പ്രതിയുടെ ഉൾപ്പെടെ വീട്ടിൽ സന്ദർശിക്കുന്നതും അതിൻ്റെ വിരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം വീട്ടിലെത്തിയ പ്രിയ നേതാവ് എന്നുള്ള രീതിയിൽ മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾ തന്നെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഹരി ഏജൻ്റായിട്ട്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിൽപ്പന നടത്തുന്ന ആളായിട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി കഴിയും. നമ്മുടെ മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിൻ്റെ സോഷ്യൽ മീഡിയ പ്രൊമോഷന് നേതൃത്വം നൽകിയിരിക്കുന്ന വ്യക്തിയടക്കം ഈ MDMA കേസിനകത്ത് പ്രതിയാക്കപ്പെടുകയും നിരന്തരമായി അതിൻ്റെ വിപണനമടക്കം നടത്തുന്ന ആളുമാണ് എന്നുള്ള വിവരം പുറത്തു വരികയും അത് കേരളത്തിൽ സജീവമായിട്ടുള്ള ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഇതിനെ സംബന്ധിച്ച് കാണാൻ വേണ്ടി കഴിയുന്നത്, ഞങ്ങളതിൻ്റെ കുറച്ച് ഇതിലെ പ്രധാന പ്രതിയുടെ ഹുസൈൻ്റെ ഫേസ്ബുക്കിൽ നിന്ന് കുറച്ച് വിവരങ്ങളാണ് എടുത്തിട്ടുള്ളത്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട ഭാരവാഹിയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹിയായതിനു ശേഷം അവിടെ ആദ്യം നടത്തിയിട്ടുള്ള പരിപാടി എന്നുള്ളത് ലഹരിക്കെതിരായിട്ടുള്ള വാക്കത്തോണാണ്. അത് കൂടാതെ നിരന്തരമായി ഈ പുതിയ സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ രമേശ് ചെന്നിത്തല ആഭ്യന്തരമന്ത്രിയായപ്പോൾ ഇനി കേരളത്തിനകത്ത് തൂഫാൻ വലിയ രീതിയിൽ ലഹരിക്കടത്തിനെ അതല്ലെങ്കിൽ ലഹരി ഉപയോഗത്തെ കുറയ്ക്കാൻ വേണ്ടി ഉപയോഗപ്പെടുത്തും എന്നൊക്കെ ഉൾപ്പെടെയുള്ള തരത്തിലുള്ള വലിയ പോസ്റ്റുകൾ അദ്ദേഹത്തിൻ്റെ ഭാഗമായിട്ട് വരികയാണ്. അതുപോലെ തന്നെ നമുക്ക് കാണാൻ വേണ്ടി കഴിയും ടീം VD സതീശൻ അതിൻ്റെ സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ എന്നുള്ള തരത്തിൽ ഉൾപ്പെടെ അദ്ദേഹം സ്വയം ഫേസ്ബുക്കിൽ അടയാളപ്പെടുത്തുന്ന വിവരങ്ങളുണ്ട്. ലീഡർ VD സതീശൻ്റെ പേജ്, ആ പേജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട അഡ്മിനായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അതുപോലെ നിരവധിയായിട്ടുള്ള വിവരങ്ങൾ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഇദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് പ്രൊഫൈൽ പരിശോധിച്ചാൽ VD സതീശൻ്റെ വലിയൊരു ആരാധകനും അദ്ദേഹവുമായിട്ട് വളരെ അടുത്ത ബന്ധം പുലർത്തുന്ന ആളുമാണ് ഈ ഹുസൈൻ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും. ഇതുമാത്രമല്ല, അദ്ദേഹം മുൻപ് VD സതീശൻ ഈ ഹുസൈൻ്റെ വീട് സന്ദർശിക്കുന്നു. ഹുസൈൻ്റെ മാത്രമല്ല, അബ്ദുൾ സലാം എന്ന് പറയുന്ന മറ്റൊരു പ്രതിയുടെ ഉൾപ്പെടെ വീട്ടിൽ സന്ദർശിക്കുന്നതും അതിൻ്റെ വിരുന്നുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിവരങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ ക്ഷണപ്രകാരം വീട്ടിലെത്തിയ പ്രിയ നേതാവ് എന്നുള്ള രീതിയിൽ ഇതേ അക്കൗണ്ടിൽ പങ്കുവച്ചിട്ടുണ്ട്. ഇതൊക്കെ ഇനി എത്ര ദിവസം ഇതിലുണ്ടാവുമെന്ന് പറയാൻ വേണ്ടി കഴിയില്ല. കാരണം ഈ അക്കൗണ്ടിൻ്റെ അഡ്മിൻ സ്ഥാനത്ത് നിന്നൊക്കെ ഇപ്പോൾ ഇന്ന് നോക്കുമ്പോൾ റിമൂവ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉൾപ്പെടെയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ VD സതീശനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്നയാളാണ് ഈ പ്രതികൾ എന്നുള്ളത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. മുഖ്യമന്ത്രിയുടെ ഓഫീസിലും അതുപോലെ തന്നെ അദ്ദേഹം മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോഴാണ് ഈ ചുമതല ഇവരെ ഏൽപ്പിക്കുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ ആ ഘട്ടത്തിൽ ഉൾപ്പെടെ ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുകയും അദ്ദേഹത്തിൻ്റെ വസതിയിലടക്കം അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഡ്രസ്സിൽ അദ്ദേഹം നിൽക്കുമ്പോൾ ആ സമയത്തടക്കം വീട്ടിൽ സന്ദർശനം നടത്താനും കുശലം പറയാനും ഏറ്റവും അടുത്ത ഒരു ബന്ധുവിനെ പോലെ വീടിനകത്ത് പെരുമാറാനുമുള്ള സ്വാതന്ത്ര്യം ഉൾപ്പെടെ ഉണ്ട് എന്നുള്ളത് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ പങ്കിട്ടിട്ടുള്ള റീലിൽ നിന്ന് നമുക്ക് വ്യക്തമാണ്. അതേ നിലയിൽ തന്നെ കുഞ്ഞാലിക്കുട്ടിയുമായിട്ടുള്ള ബന്ധം ഉൾപ്പെടെ ഇത്തരത്തിൽ റീലുകളിലൂടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ സാധാരണഗതിയിൽ നമുക്ക് ഏതെങ്കിലും ഒരു നേതാവിനെ, ആ നേതാവിൻ്റെ ഇത്ര സ്ഥാനമാനങ്ങളൊക്കെ ലഭിക്കുമ്പോൾ, മുഖ്യമന്ത്രിയൊക്കെയായിട്ട് ഉൾപ്പെടെ തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അല്ലെങ്കിൽ പ്രതിപക്ഷ നേതാവായിട്ട് തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അതിനകത്ത് സെൽഫിയൊക്കെ എടുക്കാൻ വേണ്ടി സാധാരണ പ്രവർത്തകരൊക്കെ വരിക എന്നുള്ള സ്വാഭാവികമാണ്. പക്ഷേ അങ്ങനെ സെൽഫി എടുക്കുന്നതിനപ്പുറത്ത് അത്തരത്തിലുള്ള ആളുകൾക്കുമായിട്ട് അടുപ്പം അത്തരത്തിലുള്ള സെൽഫിയിൽ ഒതുങ്ങും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കും. പക്ഷേ ഇതിനൊക്കെ അപ്പുറത്ത് ഇദ്ദേഹവുമായിട്ട് നിരന്തരം വീഡിയോകൾ, അദ്ദേഹത്തിൻ്റെ ഒരുമിച്ചുള്ള ഫോട്ടോകൾ, ഒരു സന്തത സഹചാരിയെപ്പോലെ നടത്തുന്ന അത്തരത്തിലുള്ള വിവരങ്ങളൊക്കെ നമുക്ക് പുറത്തു വരുന്നുണ്ട്. സ്വാഭാവികമായിട്ടും മുഖ്യമന്ത്രിയുടെ ഏറ്റവും അടുത്ത ആൾ തന്നെ ഈ കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ലഹരി ഏജൻ്റായിട്ട്, അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട വിൽപ്പന നടത്തുന്ന ആളായിട്ട് മാറുന്ന ഒരു കാഴ്ച കാണാൻ വേണ്ടി കഴിയുകയാണ്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ആഫീസിന് ഇതിനകത്ത് എന്താണ് പങ്കുള്ളത്, മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഇയാളുടെ ബന്ധം എന്താണെന്നുള്ളതിനെ സംബന്ധിച്ച് അദ്ദേഹം തന്നെയാണ് വെളിപ്പെടുത്തേണ്ട സാഹചര്യം ഉള്ളത്. അപ്പോൾ അതിനെ സംബന്ധിച്ച് വെളിപ്പെടുത്തണം. മുഖ്യമന്ത്രിയുടെ ആഫീസ്
ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിലുള്ള ഇടപെടലുകൾ നടത്തിയിട്ടുണ്ടോ? സ്വാഭാവികമായിട്ടും എറണാകുളത്തു നിന്നുള്ള പ്രധാനപ്പെട്ട സ്റ്റാഫുകളൊക്കെ ഉൾപ്പെടെ അദ്ദേഹത്തിൻ്റെ ഓഫീസിലുണ്ട്. അപ്പോൾ അവരൊക്കെയായിട്ട് മുൻപ് പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ ഏറ്റവും അടുത്ത ബന്ധം ഉണ്ടായിരുന്നയാളാണ് ഈ ഹുസൈനും സലാമും എന്നൊക്കെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസുമായിട്ട് ഉൾപ്പെടെ ബന്ധപ്പെട്ട് ഇത്തരത്തിലുള്ള ഉന്നതതല ബന്ധമടക്കം ഈ ലഹരിക്കടത്തുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തിയിട്ടുള്ളത് എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തേണ്ടതുണ്ട്. അങ്ങനെ വരണമെങ്കിൽ മുഖ്യമന്ത്രിയെ അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് ഈ വിഷയത്തിനകത്ത് വിശദമായിട്ടുള്ള ഒരു അന്വേഷണം, സമഗ്രമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകേണ്ടതുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇതിൽ ഡിവൈഎഫ്ഐയുടെ നേതൃത്വത്തിൽ ഈ വിഷയത്തിൽ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് വലിയ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കണം എന്നാണ് സ്റ്റേറ്റ് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. ഇപ്പോൾ ലഹരിക്കെതിരെയുള്ള വലിയ സന്ദേശം ഞങ്ങൾ പൊതുസമൂഹത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാണ് യൂത്ത് കോൺഗ്രസ് ആകമാനം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പിടിക്കപ്പെട്ടിട്ടുള്ള മുഖ്യപ്രതി ഹുസൈൻ, അയാളുടെ ഫേസ്ബുക്ക് പേജുകൾ പരിശോധിച്ച് നോക്കിയാൽ രാവിലെ ലഹരിക്കെതിരെയുള്ള പ്രഭാത സവാരി, ഉച്ചയ്ക്ക് രമേശ് ചെന്നിത്തലയുടെ ഓപ്പറേഷൻ തൂഫാൻ്റെ ഭാഗമായിട്ടുള്ള തൂഫാൻ വാരിയർ, വൈകി സന്ധ്യയായി തുടങ്ങിയാൽ MDMA വിൽപ്പനയുടെ വിൽപ്പനക്കാരനായിട്ട് മാറുന്നൊരു സാഹചര്യമാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന മുഖ്യ ചുമതല വഹിക്കുന്ന സോഷ്യൽ മീഡിയ കോർഡിനേറ്റർ, അതുപോലെ ടീം VD സതീശൻ എന്ന ഗ്രൂപ്പിൻ്റെയൊക്കെ അഡ്മിനായിട്ട് പ്രവർത്തിക്കുന്ന മുഖ്യ പ്രതികളിൽ ഒരാളായിട്ടുള്ള ഹുസൈൻ എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയും. പിടിക്കപ്പെടുമ്പോൾ ഉൾപ്പെടെ പോലീസുമായി ബന്ധപ്പെട്ട് ഈ കേസിൽ പിടിക്കപ്പെടുമ്പോൾ ഉൾപ്പെടെ VD സതീശൻ്റെ പേര്, മുഖ്യമന്ത്രിയുടെ പേര് ഉപയോഗിച്ച് രക്ഷപ്പെടാനാണ് ഈ കൂട്ടർ ശ്രമിച്ചിട്ടുള്ളത് എന്നാണ് പുറത്തുവരുന്ന വലിയ ഞെട്ടിക്കുന്ന വാർത്തകൾ ഉൾപ്പെടെ നമുക്ക് കാണുന്നത്. അപ്പോൾ ഏത് വിധേനയും മുഖ്യമന്ത്രി സംരക്ഷിക്കും, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയുടെ സംരക്ഷണ കവചം ഇവർക്കുണ്ട് എന്നതിൻ്റെ ഭാഗമായിട്ടാണ് വലിയ ലഹരിക്കടത്തിൻ്റെ ഒരു ശൃംഖലയായി ഇവർ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. സമഗ്രമായ അന്വേഷണം വേണം. മുഖ്യമന്ത്രിയുടെ ഓഫീസിൻ്റെ ബന്ധങ്ങൾ ഉപയോഗപ്പെടുത്തിയാണോ ഇവർ ഇത്തരത്തിലുള്ള ലഹരി മാഫിയ പ്രവർത്തനം നടത്തുന്നത് എന്നുള്ളത് വളരെ ഗൗരവത്തോടു കൂടി അന്വേഷിക്കേണ്ടതാണ്. ഈ കാര്യത്തിൽ സമഗ്രമായ അന്വേഷണം വേണം. ഏതായാലും DYFI ഈ സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് രാവിലെ നിങ്ങൾ ഉൾപ്പെടെ പങ്കെടുത്ത് നമ്മൾ എറണാകുളം നഗരത്തിൽ വലിയ പ്രതിഷേധം നടത്തി. തുടർച്ചയിൽ ജില്ലയിലെ 16 ബ്ലോക്ക് കേന്ദ്രങ്ങളിൽ പ്രതിഷേധം നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ച മുഖ്യമന്ത്രിയുടെ പറവൂരുള്ള MLA ഓഫീസ് കേന്ദ്രീകരിച്ചുകൊണ്ട് വലിയ ഒരു പ്രക്ഷോഭം, ഇതിൽ മുഖ്യമന്ത്രിയുടെ പങ്ക് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെട്ട് DYFI ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ഉൾപ്പെടെ സംഘടിപ്പിച്ചിട്ടുണ്ട്.